Hi dear students, another topic convergence of series of functions. ഇപ്പോൾ സീരീസ് ഓഫ് ഫങ്ഷൻ്റെ കൺവേർജൻസ് പറയുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യണം? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് നോക്കാം. ലെറ്റ് സീക്വൻസ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് functions defined on a subset D of R with values in R. അപ്പോൾ സീക്വൻസ് എഫ് എൻ എന്നത് ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. അത് ആറിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഡിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. Then the sequence Sn of partial sums of the infinite series Fn is defined for x in D by ഇപ്പോൾ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സീരീസ് എഫ് എന്നിൻ്റെ പാർഷ്യൽ സം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. S1 of x ഈക്വൽ ടു F1 of x, അതായത് ഫസ്റ്റ് ടേം. S2 of x പറഞ്ഞാൽ ഫസ്റ്റ് ടേമും അതേപോലെ തന്നെ സെക്കൻഡ് ടേമും കൂടെ ആഡ് ചെയ്തത്. ഇനി S3 of x എന്താ വരുന്നുണ്ടാവുക? F1 of x പ്ലസ് F2 of x പ്ലസ് F3 of x എക്സെട്ര. Sn of x എന്ത് വരും? Sn of x ഈക്വൽ ടു F1 of x പ്ലസ് F2 of x പ്ലസ് എക്സെട്ര പ്ലസ് Fn of x എക്സെട്ര. അതായത് നമുക്കിപ്പോൾ ഒരു സീക്വൻസ് Sn കിട്ടിയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ടേം എന്നത് F1 of x ആണ്. അതിൽ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ F1 of x പ്ലസ് F2 of x ആണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ F1 of x പ്ലസ് F2 of x പ്ലസ് F3 of x ആണ്. അപ്പം ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് നമ്മൾ പറയുക ആ സീരീസിൻ്റെ പാർഷ്യൽ സമ്മാണിതെന്ന് പറയും. ഓക്കെ, അടുത്തത് ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എന്നത് നമ്മളെ സീരീസ് ഓഫ് ഫങ്ഷൻ എപ്പോഴാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ ഇൻഫിനിറ്റ് series of functions series Fn is said to converge to F in D if the sequence Sn of partial sum converges to F. അപ്പം നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? നമ്മുടെ ഇൻഫിനിറ്റ് സീരീസ് എഫ് എന്നത് കൺവേർജസ് ടു എഫ് എന്നതിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എഫിലേക്ക് കൺവേർജ് ചെയ്യണം. അതായത് സീരീസ് എഫ് എൻ ഈസ് കൺവേർജസ് ടു എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജസ് ടു എഫ്. ഓക്കെ, അടുത്തൊരു ഡെഫിനിഷനാണ്. If the series mod Fn converges for each x in D, we say that എന്തായിരിക്കും പറയേണ്ടാവുക? നമ്മൾ ഇതേപോലെ ഒരു കാര്യം സീക്വൻസിൽ പഠിച്ചതാണ്. മോഡ് വാല്യൂ എന്നത് കൺവേർട്ട് ചെയ്താൽ എന്ത് പറയും? Absolutely convergent. We say that series Fn is absolutely convergent on D. Okay, അടുത്തൊരു ഡെഫിനേഷനാണ്. If the sequence Sn of partial sums of the series
series Fn is uniformly convergent on D to F, we say that the series Fn is uniformly convergent on D, or that it converges to F uniformly on D. It converges to F uniformly on D. ഇപ്പോൾ പറഞ്ഞത് എന്താ, നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സീരീസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണിത്, അല്ല ഒരു ഡെഫിനേഷനാണ്. നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ സീരീസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. ഇത് നമുക്കുള്ളത് ഒരു സീരീസിൻ്റെ യൂണിഫോം കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ള 2 ടെസ്റ്റുകളാണ്. അതിലെ ഒന്നാമത്തെ തിയറം, അതായത് ഒന്നാമത്തെ ടെസ്റ്റ് എന്നൊക്കെ പറയാം, കോഷി ക്രൈറ്റീരിയൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണിത്, കോഷി ക്രൈറ്റീരിയൻ. നമ്മൾ സീക്വൻസിലൊരു കോഷി ക്രൈറ്റീരിയൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സീരീസിലാണ് എളുപ്പമുള്ള ഒരു കോഷി ക്രൈറ്റീരിയ. ഈ കോഷി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരീസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ കോഷി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ലെറ്റ് സീക്വൻസ് Fn ബി എ sequence of functions on D subset of R to R. അപ്പോൾ Fn എന്നതൊരു സീക്വൻസ് ഓഫ് ഫങ്ഷനാണ് ഡിഫൈൻഡ് ഓൺ എ subset of R. Then the infinite series Fn is uniformly convergent on D if and only if for every epsilon greater than 0 there exists a natural number k of epsilon depending only on epsilon such that modulus of Fn plus 1 of x plus Fn plus 2 of x plus etc. plus Fm of x less than epsilon for all x belongs to D, m greater than or equal to n greater than or equal to k of epsilon. അപ്പം നമ്മുടെ സീരീസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? മോഡുലസ് ഓഫ് Fn plus 1 of x plus Fn plus 2 of x plus etc. plus Fm of x less than epsilon for all x belongs to D and m, n greater than or equal to k of epsilon. അപ്പോൾ ഈ ഒരു ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം നമ്മുടെ സീരീസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ ഈ ഒരു ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം, അതായത് നെസസറി പാർട്ടും ഉണ്ട് സഫിഷ്യൻറ്റ് പാർട്ടും ഉണ്ട്. ഇപ്പോൾ പ്രൂഫ് നോക്കാം. പ്രൂഫ് ഫസ്റ്റ് നമുക്ക് തന്നത് എഴുതാം. ലെറ്റ് സീക്വൻസ് Fn എന്നത് ബി എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഓൺ D subset of R to R. ഓക്കെ, കൂടാതെ ഞാനൊരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൂടെ എഴുതുന്നുണ്ട്. ലെറ്റ് സീക്വൻസ് Sn be the sequence of partial sums of the series. Sequence of partial sum of the series
സീരീസ് FN. ഓക്കെ, ഇത് നമുക്ക് ആദ്യം സപ്പോസ് ചെയ്യാം, അതായത് അല്ലെങ്കിൽ അസ്യൂം ചെയ്യാം. ഫസ്റ്റ് അസ്യൂം ദാറ്റ് സീരീസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് പറയാം അല്ലേ. ഫസ്റ്റ് അസ്യൂം ദാറ്റ് the infinite series FN is uniformly convergent on D. ഓക്കെ, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഒരു ഇനീക്വാലിറ്റി കിട്ടണം, അതായത് മോഡുലസ് ഓഫ് എന്നുള്ള ഈ ഒരു ഇനീക്വാലിറ്റി നമുക്ക് കിട്ടണം. ഓക്കെ അല്ലേ? അപ്പം സീരീസ് FN എപ്പോഴാണ് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് പറയാം? ഇപ്പോൾ പറഞ്ഞു, അതായത് സീരീസ് FN എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ എന്ത് വേണം? അവയുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആവണം അല്ലേ. നമ്മളിവിടെ പറഞ്ഞതാണ്, അതായത് ഇഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് ദി സീരീസ് ഈസ് യൂണിഫോംലി കൺവേർജൻ്റ് ഓൺ ഡി, വി സേ ദാറ്റ് ദ സീരീസ് FN ഈസ് യൂണിഫോംലി കൺവേർജൻ്റ് ഓൺ ഡി. അപ്പോൾ നമ്മുടെ സീരീസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്ത് വേണം? സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് യൂണിഫോംലി കൺവേർജൻ്റ് ആവണം അല്ലേ. Then by definition sequence of partial sum converges uniformly on D. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നത് കൺവേർജൻ്റ് ആണ്. നമ്മൾ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഒരു കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സീക്വൻസിൻ്റെ യൂണിഫോം കൺവേർജൻസ് പറയണമെങ്കിൽ കോഷി ക്രൈറ്റീരിയൻ വെച്ചിട്ട് പറയാൻ കഴിയും. അപ്പോൾ അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. നൗ ബൈ കോഷി ക്രൈറ്റീരിയൻ ഫോർ uniform convergence of a sequence of functions. എന്തായിരുന്നു അവിടെ? ആ സീക്വൻസ് FN എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്കറിയാം നോം ഓഫ് FN മൈനസ് FM ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നിട്ട് നമ്മളൊരു കോഷി ക്രൈറ്റീരിയൻ പഠിച്ചിട്ടില്ലേ, അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് സീക്വൻസ് SN കൺവേർജസ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് സീക്വൻസ് SN converges uniformly on D if and only if for every epsilon greater than 0 there exists a natural number k of epsilon depending only on epsilon such that if m greater than or equal to n greater than or equal to k of epsilon, then norm of SM minus SN on D is less than epsilon. ഓക്കെ, അപ്പോൾ ഇവിടെ M ആണ് വലുത്. അപ്പോൾ നമുക്ക് SM ൽ നിന്നും SN കുറച്ചിട്ട് അതിൻ്റെ നോം കാണും വേണം അല്ലേ. അപ്പോൾ നോമിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇതെന്തായിരുന്നു? സുപ്രീമം ഓഫ് മോഡ് SM ഓഫ് എക്സ് മൈനസ് SN ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ അവിടെ നമ്മളൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ നോം എന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് SM ഓഫ് എക്സ് മൈനസ് SN ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇത് നമ്മളവിടെ പ്രൂവ് ചെയ്തതാണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് SM ഓഫ് എക്സ് മൈനസ് SN ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. അതായത് SM എന്ന് പറഞ്ഞാൽ M ടേം വരെ ആഡ് ചെയ്യണം. അതായത് F1 ഓഫ് എക്സ് പ്ലസ് F2 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എന്തുണ്ടാവും? ഒരു FN ഓഫ് എക്സ് ഉണ്ടാവും, പിന്നെ ഒരു FN പ്ലസ് 1 ഓഫ് എക്സ് ഉണ്ടാവും, പ്ലസ് എക്സെട്ര പ്ലസ് ഏത് വരെ ഉണ്ടാവും? SM വരെ അല്ലേ. അതായത് SM എന്ന് പറയുമ്പോൾ FM ഓഫ് എക്സ് വരെ മൈനസ് ഇവിടെ ഇപ്പം നമ്മളൊരു FN കൊടുത്തത് എന്തുകൊണ്ടാണ്? M ആണ് വലുത്, അപ്പം അതിൻ്റെ ഇടയിലാണ് നമുക്ക് FN ഉണ്ടാവുക കേട്ടോ.
മൈനസ് ഇനി എസ് എൻ ഓഫ് എക്സ് പറഞ്ഞാൽ എന്തായിരുന്നു വീണ്ടും എഫ് വൺ ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ ഓഫ് എക്സ് വരെ ഉണ്ടാവും വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. അപ്പോൾ നമുക്ക് എഫ് വൺ ഓഫ് എക്സും ഈ ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്താൽ മൈനസ് എഫ് വൺ ഓഫ് എക്സ് ഉണ്ടാവും, അത് ക്യാൻസൽ ചെയ്യാം. അതേപോലെ എഫ് ടു ഓഫ് എക്സ് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് ഏത് വരെ പോകും, എഫ് എൻ ഓഫ് എക്സ് വരെ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ കഴിയും. ബാക്കി എന്തുണ്ടാവും, ബാക്കി എഫ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് മുതൽ ഏത് വരെ എഫ് എം ഓഫ് എക്സ് വരെ ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് minus plus fn plus 2 of x plus etc plus fm of x which is less than epsilon for all x belongs to D. And m greater than n greater than or equal to k of epsilon. ഇനി നമുക്ക് കോൺവേഴ്സിൻ്റെ പാർട്ട് വേണോ, വേണ്ട. കാരണം എന്താ, യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത് മതി, സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് യൂണിഫോംലി കൺവേർജൻ്റ് മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അസ്യൂം സീരീസ് എഫ് എൻ ഈസ് യൂണിഫോംലി കൺവേർജൻ്റ് ഓൺ ഡി, ദെൻ ബൈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, സീരീസ് എഫ് എൻ ഈസ് യൂണിഫോംലി കൺവേർജൻ്റ് ഓൺ ഡി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇവിടെ അങ്ങനെ കൊടുത്തൂടെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീക്വൻസ് എസ് എൻ കൺവേർജസ് യൂണിഫോംലി ഓൺ ഡി അല്ലേ. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവറി നാച്ചുറൽ, ഇവിടെ നിന്ന് നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നിട്ട് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു ഡെഫിനിഷനിൽ തന്നെ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺവേഴ്സ് പാർട്ട് ഇനി വേറെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്നെടുത്തു. സീരീസ് എഫ് എൻ എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആവും. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ കോഷി ക്രൈറ്റീരിയ പ്രകാരം നമുക്കറിയാം നോം ഓഫ് എസ് എം മൈനസ് എസ് എൻ ഓൺ ഡി എന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. നോം ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ അവിടുത്തെ മോഡ് എന്നതും ലെസ് ദാൻ എപ്സിലോൺ ആണ്. പിന്നെ എസ് എം ഓഫ് എക്സിൻ്റെയും എസ് എൻ ഓഫ് എക്സിൻ്റെയും ജസ്റ്റ് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, താങ്ക് യു.